അവർ കാർത്തികേയനെ ഒളിപ്പിച്ചിരിക്കുന്നു. അവർ അത്ര എളുപ്പം കാർത്തികേയനെ വിട്ടുതരികയുണ്ടാകില്ല. പക്ഷെ നിങ്ങൾ ശാന്തരായിരിക്കണം. ഓം നമഃശിവായ ജപിച്ചുകൊണ്ട് മുന്നോട്ടു പോകൂ. മാർഗം നിങ്ങൾക്ക് സ്വയം പ്രകടമാകും. ഞാൻ അങ്ങയുടെ ഉപദേശം അനുസരിക്കും ദേവർഷേ. നാരായണ നാരായണ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. കുമാരൻ കാർത്തികേയന്റെ വളർത്തുമാതാക്കളെ, ശിവഭക്തൻ നന്ദിയും ശിവഗണങ്ങളും പ്രണമിക്കുന്നു. നിങ്ങളെല്ലാം കാർത്തികേയന്റെ മാതാക്കളാണ്. ഞാനും നിങ്ങൾക്ക് മാതാവിന്റെ സ്ഥാനം നൽകിക്കൊണ്ട് അപേക്ഷിക്കുകയാണ്. ഭഗവാൻ ശിവന്റെ ആജ്ഞപ്രകാരം കുമാരൻ കാർത്തികേയനെ കൊണ്ടുപോകാൻ വന്നതാണ്. നന്ദി മഹാരാജ, അങ്ങ് ശിവാജ്ഞ അനുസരിക്കുന്നു. ഞങ്ങൾ പുത്രസ്നേഹത്താൽ അവശർ. ഞങ്ങൾ എന്തു ചെയ്യും? കുമാരൻ കാർത്തികേയനില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളെക്കുറിച്ച് ഭഗവാൻ ശിവനും അങ്ങും എന്തു വിചാരിച്ചു? പൂജ്യമാതാക്കളെ, വിചാരിക്കുന്ന കാര്യം ഈ പരിതസ്ഥിതിയിൽ നിങ്ങൾ തന്നെ ചെയ്യണം. താരകാസുരന്റെ അത്യാചാരം കൊണ്ട് ത്രിലോകങ്ങളും അയ്യോ അയ്യോ എന്ന് വിലപിക്കുകയാണ്. അവന്റെ വധം കേവലം ശിവപുത്രൻ കാർത്തികേയനാൽ മാത്രമേ സാധ്യമാകൂ. ഒപ്പം ദേവി പാർവതിയും പുത്രവിയോഗത്താൽ വ്യാകുലയാണ്. അതായത് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ സഹിക്കണമെന്ന്. ഞങ്ങളെക്കുറിച്ച് ആര് ചിന്തിക്കും? എല്ലാവർക്കും വേണ്ടി സഹിക്കുന്നുകൊണ്ട് ലോകത്തിൽ നിങ്ങളുടെ സ്ഥാനം പെരുകും. നിങ്ങൾ കേവലം 6 മാതാക്കൾ. അറിയാമോ താരകാസുരൻ എത്ര മാതാക്കളെ സന്താനഹിതരാക്കിയെന്ന്? ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചില്ല എങ്കിൽ അറിയില്ല എത്ര മാതാക്കളുടെ പുത്രനാശം വരുത്തുമെന്ന്. എത്ര പുത്രന്മാരെ അനാഥരും. ചിലർക്കായി അനേകരുടെയല്ല, അനേകർക്കായി ചിലരുടെ സ്വാർത്ഥം ബലി കഴിക്കുന്നത് ലോക നന്മയ്ക്ക് ആവശ്യമാണ്. അതിന് മാന്യതയുണ്ട്. മോനെ, എന്റെ മോനെ, എന്റെ ഓമനെ, മോനെ. ഹേ കുമാര, നീ ഞങ്ങളെ വിട്ടു പോകുമോ? ഞങ്ങളോടുള്ള നിന്റെ സ്നേഹം അവസാനിക്കുമോ മോനെ? ഞങ്ങളെ വിട്ടു പോകുന്നതിൽ നിനക്കൊരു വിഷമമില്ലേ മോനെ? നന്ദി മഹാരാജൻ ഇപ്പൊ തന്നെയല്ലേ പറഞ്ഞത്, അനേകർക്കായി ഒരാളുടെ ത്യാഗം ലോകത്തിൽ ചിരപ്രതിഷ്ഠമാകുമെന്ന്. പിന്നെ ഞാൻ എവിടെയാണ് പോകുന്നത്? പുത്രൻ മാതാവിൽ നിന്നും ദൂരെ പോയാൽ തന്നെ ഹൃദയത്തിൽ നിന്നും ദൂരെ പോകുമോ? ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവല്ലോ നീ. ഒരുമിച്ച് 6 മാതാക്കളുടെ ശിക്ഷണവും സംസ്കാരവും സ്നേഹവും ലഭിച്ചിട്ടില്ലേ? കുമാര, ഞങ്ങൾ മാതാക്കളെല്ലാം നിനക്കായി ഞങ്ങളുടെ മുഴുവൻ സ്നേഹവും ഒഴിഞ്ഞു വെക്കാം. പക്ഷെ നിന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. ആലോചിച്ചു നോക്കൂ, ഈ ലോകത്തിൽ ഏത് മാതാവാണ് ഉണ്ടാവുക? ലോകത്തിൽ വ്യാപിച്ച അനീതി, അന്യായം, അത്യാചാരം ഇവ നീക്കുന്നതിൽ നിന്നും മകനെ തടയുന്നവരായി. നമ്മുടെ പുത്രൻ ബുദ്ധിമാനായി. പരമാർത്ഥമാണ് അവൻ പറയുന്നത്. പരമാർത്ഥത്തിനായി നമുക്ക് സ്വാർത്ഥം ത്യജിക്കേണ്ടി വരും. പോകു മകനെ, ലോക നന്മയ്ക്കും പരോപകാരത്തിനും പ്രവർത്തിക്കൂ. പിതാതാവ് നിനക്ക് അതിന് ഫലവും സാമർത്ഥ്യവും സൗഭാഗ്യവും തരട്ടെ. ഞങ്ങളെ മറക്കരുത് മോനെ. നിങ്ങളുടെ ഓർമ്മ എനിക്ക് ശക്തി നൽകും. നന്ദി മഹാരാജ, ശ്രദ്ധയോടെ സൂക്ഷിച്ചു കൊണ്ടുപോകണേ കുമാരനെ. ദേവി പാർവതിയോടും ഭഗവാൻ ശിവനോടും ഞങ്ങളുടെ പ്രണാമം അറിയിക്കണം. തീർച്ചയായും ദേവി.
മകനെ. എന്റെ പുത്ര, എന്റെ കുമാര, എവിടെയായിരുന്നു ഇതുവരെ? വരാൻ എന്തേ ഇത്ര വൈകാൻ? ഞാൻ എത്രമാത്രം വിഷമിച്ചിരുന്നു വന്നോ? പറയൂ, എന്താണ് മിണ്ടാത്തത്? നീ എന്തേ വരാൻ വൈകിയത്? അമ്മേ, ഞാൻ എങ്ങനെ വരാനാ? അമ്മയെ പോലെ 6 മാതാക്കളുടെ സ്നേഹം കൊണ്ട് എന്നെ കെട്ടിയിട്ടിരുന്നു. പക്ഷേ ഇനി ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. എന്നേക്കുമായി നീ ഈ അമ്മയോടൊത്തുണ്ടാവണം. ഇതവൻ തന്നെ. താരകാസുരനോട് ചെന്ന് വിവരം പറയണം. പരം പൂജ്യ പിതാവ് പരമേശ്വരായ നമ. ദേവി, നിന്റെ ഈ പുത്രന്റെ മൂലനാമമാണ് സ്കന്ദൻ. നീ സ്കന്ദമാതാവാണ്. അവന് നിന്റെ ദിവ്യരൂപം കാണിച്ചാലും. ദേവി പരാശക്തി, ജയിക്കട്ടെ. ദൈത്യരാജൻ മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ. അസുര സമ്രാട്ട് മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ. സേനാപതി പ്രലംഭാസുര, നീ സ്വയം പ്രാരബ്ധാസുരൻ തന്നെയാണ്. പക്ഷേ നിന്റെ മുഖത്തും ഈ പ്രാരബ്ധം എന്താണ്? ക്ഷമിക്കണേ മഹാരാജൻ, ദുർഭാഗ്യം നമ്മുടെ എല്ലാം മുകളിൽ വിളയാടുന്നു. എനിക്ക് തോന്നുന്നു ഭൂമിയിൽ എല്ലാവർക്കും പ്രാരാബ്ധം വരാൻ പോകുന്നെന്നാണ്. സേനാപതി, നീ നമ്മുടെ സേനാപതിയായിട്ടും ശത്രുവിന്റെ ഭാഷ സംസാരിക്കുന്നോ? ശത്രുവിന്റെ ഭാഷ ഞാൻ എന്തിനു പറയണം മഹാരാജൻ? സ്വയം ശത്രു പറയട്ടെ. അങ്ങ് ഇവിടെ ഇരുന്ന് ജയാരവം കേട്ട് സന്തുഷ്ടനാകുന്നു. ഞാൻ സ്വയം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അവിടെ കൈലാസത്തിൽ ശിവപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നു. ഇല്ല, ശിവപുത്രനാൽ നീ വധിക്കപ്പെടും. ശിവപുത്രന്റെ കൈകളാൽ നീ വധിക്കപ്പെടും. ശിവപുത്രന്റെ കൈകളാൽ നീ വധിക്കപ്പെടും. ശിവപുത്രന്റെ കൈകളാൽ നീ വധിക്കപ്പെടും. ഇല്ല, ഇല്ല, ഇല്ല. ശിവപുത്രന്റെ കരങ്ങളാൽ നാം സംഹരിക്കപ്പെടില്ല. ശിവപുത്രന്റെ സംഹാരം എന്റെ കൈകൾ കൊണ്ടായിരിക്കും. എന്റെ കൈകൾ കൊണ്ട്. ശിവപുത്രന്റെ വധം നമ്മുടെ കൈകൊണ്ടായിരിക്കും. സേനാപതി, കൽപ്പിച്ചാലും മഹാരാജൻ. കൈലാസത്തെ ആക്രമിക്കാൻ തയ്യാറെടുക്കുക. നാരായണ നാരായണ. കൈലാസത്തെ ആക്രമിക്കൂ എന്ന വിഡ്ഢിത്തം ഒരിക്കലും ചെയ്യരുത്. ചെയ്താൽ നിന്റെ വംശത്തിന്റെ പൂർണ്ണനാശം സംഭവിക്കും. ആരുടെ പുത്രനാൽ താങ്കൾ വധിക്കപ്പെടുന്നു യോഗമുണ്ടോ? അദ്ദേഹത്തെ താങ്കൾ ആക്രമിച്ചു പോയാൽ താങ്കളുടെ സ്ഥിതി എന്തായിരിക്കും? അതൊന്ന് സ്വയം താങ്കൾ അനുമാനിച്ചു നോക്കണം. അനുമാനം പോലുള്ള ബുദ്ധിയില്ലാ പ്രവർത്തികൾ നീ ചെയ്തുകൊള്ളു നാരദ. നാം പരിസമാപ്തിയിലെത്താനുള്ള നിശ്ചയമെടുക്കുന്നു. നാരായണ നാരായണ. ദൈത്യരാജ, ഇടയ്ക്കിടെ താങ്കളും ബുദ്ധിയില്ലാ പ്രവൃത്തി ചെയ്യണം. ആയുസ് അവസാനിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയെങ്കിലും. നാരദ, നീ നമ്മുടെ ശത്രുവും ദേവന്മാരുടെ മിത്രവുമാണ്. മഹാരാജൻ താരകാസുര, താങ്കൾ ദേവനാകുന്ന ദിവസം ഞാൻ അങ്ങയുടെ മിത്രമായി മാറും. പക്ഷെ ഒന്ന് എനിക്കറിയാം, ആ ദിവസം ഒരിക്കലും വരില്ല. നാരായണ നാരായണ. ഏത് ദിവസം? ആ ദിവസം താങ്കൾ ഇത് മനസ്സിലാക്കുന്ന ദിവസം. ആക്രമണം കൊണ്ട് രക്ഷയല്ല, വിനാശം വിനാശം മാത്രം. നാരദ, നിനക്ക് വാക്കുകളുടെ മായാജാലം അറിയാം. പക്ഷേ നമുക്ക് ഈ വാക്കുകൾ മനസ്സിലാക്കാനായി എന്റെ ബുദ്ധിക്ക് ബലം കൊടുക്കേണ്ടി വരുന്നു. നാരായണ നാരായണ. ദൈത്യരാജ, ബലം കൊടുക്കുകയല്ല, കളയുകയാണ് വേണ്ടത്. എന്താണ് പറഞ്ഞത് നാരദ? ഞാൻ സത്യമാണ് പറഞ്ഞത്.
ഇടയ്ക്കിടെ വ്യക്തിയുടെ ബുദ്ധിയിലും അഹംഭാവം വരും. അതിനെ തക്ക സമയത്ത് കളഞ്ഞില്ലെങ്കിൽ ജീവൻ തന്നെ ബലഹീനമാകുന്നു. ദൈത്യരാജ, ശിവൻ മഹാശക്തിയുടെ മൂലസ്ഥാനമാണ്. അദ്ദേഹത്തെ എതിർക്കുന്നതിന് ഒരർത്ഥമേ ഉള്ളൂ: സ്വയം വിനാശം.